ഇന്ന് ആരാ കഥ പറയുന്നേ? ആൻസറാണോ പറയുന്നത്? ഞങ്ങള് കേൾക്കാൻ റെഡിയായിട്ടിരിക്കുവാ. ഇതൊന്ന് പറഞ്ഞേ, ഒന്ന് കേക്കട്ടെ. ആരുടെ കഥയാ? കഴുതയുടെ കഥയാണോ? എന്നാന്ന് പറഞ്ഞേ. ഒരു ദിവസം ഒരു കഥയില ബുട്ടിക്കിട്ട് ഒരു തപ്പിനടുക്കുമായിരുന്നു. അപ്പോൾ ഒരു സീബ്ര അവിടെ ഉറങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ആ സീബ്രയെ പറ്റിട്ട് ചോദിച്ചു, ബുട്ടി വരാമോന്ന്. ബുട്ടി എവിടെ കിട്ടുമെന്ന് ചോദിച്ചില്ല. കഥ അറിയിക്കും. സീബ്ര പറഞ്ഞു, എനിക്കൊന്നും മുത്തിയില്ലെന്ന്. അങ്ങനൊന്നും പറയുന്ന ഏതായാലും ബുദ്ധിശാലിയെ അറിയാൻ മതിയെന്ന്. അപ്പൊ പറഞ്ഞു, അവിടെ ഒരു കുറുക്കനുണ്ട്, അതായിരുന്നു. ബുദ്ധിശാലി അല്ലായിരുന്നു. അന്നത്തെ പോയി ആ കുറുക്ക വിഷമിച്ചിരിക്കുവായിരുന്നു. ഒരു പണി കയറുന്നല്ലേ? ഇല്ല, അതുകൊണ്ട് ഞങ്ങൾ പെട്ടിരിക്കുവായിരുന്നു. അത് കഴിഞ്ഞിട്ട് വന്ന ഒരു ഗുഹ പറഞ്ഞ് തീരുമാനിച്ചു ആ കരയാക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗുഹ പറഞ്ഞു, കഴുതയെ കൊണ്ട് പണിയിപ്പിച്ചോ? ആ കരയെ കൊണ്ട് വലിപ്പിച്ചിട്ട് സൂത്രമല്ലേ, ബുദ്ധി കൊടുക്കാന്ന് പറഞ്ഞാണ് വീട് പണിയെടുത്ത് തരുവാണ് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഇച്ചിരി പറയാൻ പോയപ്പോൾ തിരികെ വരയെ കണ്ടപ്പോൾ ഒരു തത്ത ആ മരത്തിൽ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അത് അറിയാതെ പറഞ്ഞു, ആ കുറുക്കാൻ പറ്റിക്കന്നെയാ. അത് കഴിഞ്ഞിട്ട് അതൊന്നും കേട്ടില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, അല്ലെങ്കിൽ വേറെ ഉണ്ടായിരുന്നു ഒരു കരടി. ഒരു കരടിയുടെ എടുത്ത് കൊണ്ടുപോയി ആ കരടിയുടെ അവിടെ കൊണ്ടുപോയിട്ട് എങ്ങനെയാ കടത്തി തൊഴിക്കുന്നത് അത് കഴിഞ്ഞിട്ട് കാണിച്ചു. തേൻ ഇങ്ങനെ ഒഴിച്ചു. തേൻ ഒഴിച്ചിട്ട് നിലത്തോട്ട ഒഴിച്ചത്. അവിടെ കല വന്നെന്നോർത്ത് നിലത്തോട്ട് ഒഴിച്ചു. അപ്പോഴേക്ക് പിരി കിട്ടി. അന്നത്തെ അങ്ങനെ നടുന്നത്തെ കമ്പു ഇറ്റത്ത് പോയിട്ട് അങ്ങ് കുറുക്കനോട് പറഞ്ഞു, എനിക്ക് മുട്ടി കിട്ടി. കുറുക്കൻ പറഞ്ഞു, ഇച്ചിരി ദിവസം അതിനെ മുട്ടി കിട്ടിയെങ്കിൽ. അന്നത്തെ അറിഞ്ഞു പറഞ്ഞാത്ത കൂലി ചോദിക്കണമെന്ന് പറഞ്ഞായിരുന്നു. കൂലി ഓടിക്കാൻ അറിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പോയി കൂലി മേടിച്ചോണ്ട് പോയി. അപ്പോൾ എന്താണ് ശരിക്കും അതിനകത്തുനിന്ന് കിട്ടുന്ന ആശയം എന്നതാ? ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട് അല്ലെ? അതിനെ വളർത്തണം അല്ലെ? അല്ലാതെ ഇല്ലാത്ത കഴിവ് തപ്പി നമ്മൾ നടക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെ അന്നേരം? അങ്ങനല്ലേ? അതാണോ കഥയോട് ഉദ്ദേശിച്ചേ? അതെ അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും പറക്കാന് പക്ഷികളുണ്ട് അല്ലെ? നീന്താൻ മീനുണ്ട്. പിന്നെ ആൻസറുള്ള പിന്നെ ആടുണ്ട്. പിന്നെ പാട്ട് പാടാൻ കുയിലുണ്ട് അല്ലെ? അപ്പൊ ജോലി ചെയ്യാൻ നല്ല കഴിവുള്ള കഴുതയ്ക്ക് ഒത്തിരി ജോലി ചെയ്യാൻ കഴിവുണ്ട് അല്ലെ? അപ്പോൾ അങ്ങനെ ദൈവം നമുക്ക് തന്നേക്കുന്ന കഴിവുകളെ നമ്മൾ വളർത്തുക ചെയ്യുന്നത് അല്ലെ? നല്ല കഥയായിരുന്നല്ലോ. എവിടുന്ന് കണ്ട് പഠിച്ചു മിടുക്കരല്ലേ? നാളെയും കഥ പറയണേ. ബൈ ബൈ. ബൈ ബൈ.